ലോഗോസ് ക്വിസ് 2025 ചോദ്യവും ഉത്തരത്തിലേക്കും എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം. ഇന്ന് ന്യായാധിപന്മാർ 19 തുടങ്ങി 21 വരെയുള്ള അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കേൾക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ 19-ാം അധ്യായത്തിൽ എവിടെ രാജഭാഷ ഇല്ലാതിരുന്ന കാര്യമാണ് സൂചിപ്പിക്കപ്പെടുന്നത്? ഉത്തരം ഇസ്രായേലിൽ. ചോദ്യം 2. എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ലേവ്യൻ ആരെയാണ് ഉപനാരിയായി സ്വീകരിച്ചത്? ഉത്തരം യൂദയായിലെ ഒരു ബേത്ലഹേംകാരിയെ. ചോദ്യം 3. എഫ്രായിം മലനാട്ടിലെ ലേവ്യന്റെ ഉപനാരി പിണങ്ങി തിരികെ പോയത് എവിടേക്കാണ്? ഉത്തരം പിതാവിന്റെ ഭവനത്തിലേക്ക്. ചോദ്യം 4. പിണങ്ങിപ്പോയ ലേവ്യന്റെ ഉപനാരി ഏകദേശം എത്ര നാളാണ് പിതാവിന്റെ ഭവനത്തിൽ താമസിച്ചത്? ഉത്തരം 4 മാസം. ചോദ്യം 5. പിണങ്ങിപ്പോയ തന്റെ ഉപനാരിയെ അനുനയം പറഞ്ഞ് തിരികെ കൊണ്ടുവരാൻ പോയ എഫ്രായിം മലനാട്ടിലെ ലേവ്യനോടൊപ്പം ഉണ്ടായിരുന്നത് ആര്? ഉത്തരം ഒരു വേലക്കാരൻ. ചോദ്യം 6. പിണങ്ങിപ്പോയ ഉപനാരിയുടെ വീട്ടിലെത്തി ലേവ്യനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചതാര്? ഉത്തരം യുവതിയുടെ പിതാവ്. ചോദ്യം 7. ലേവ്യന്റെ ഉപനാരിയുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തവർ? ഉത്തരം ലേവ്യനും ഉപനാരിയും പിതാവും. ചോദ്യം 8. എത്രാം ദിവസം അതിരാവിലെ പോകാൻ തയ്യാറായ ലേവ്യനോടാണ് ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റി വെയിലാറുന്നതുവരെ താമസിക്കണമെന്ന് അമ്മായിയപ്പൻ അഭ്യർത്ഥിക്കുന്നത്? ഉത്തരം 5-ാം ദിവസം. ചോദ്യം 9. 5-ാം ദിവസം യൂദയായിലെ ബേത്ലഹേമിലെ ഉപനാരിയുടെ ഭവനത്തിൽ നിന്ന് ഭക്ഷണശേഷം പോകാൻ തയ്യാറായത് ആരൊക്കെയായിരുന്നു? ഉത്തരം ലേവ്യൻ, ഉപനാരി, വേലക്കാരൻ. ചോദ്യം 10. ജെബൂസിന്റെ മറ്റൊരു പേര്? ഉത്തരം ജെറുസലേം. ചോദ്യം 11. നേരം വളരെ വൈകിയതിനാൽ നമുക്ക് ജെബൂസയുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാമെന്ന് ലേവ്യനോട് പറയുന്നതാര്? ഉത്തരം ഭൃത്യൻ. ചോദ്യം 12. ഇസ്രായേലിയുടേതല്ലാത്ത അന്യനഗരത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതിനാൽ ജെബൂസിൽ നിന്ന് എവിടേക്ക് പോകാമെന്നാണ് ലേവ്യൻ പറയുന്നത്? ഉത്തരം ഗിബെയായിലേക്ക്. ചോദ്യം 13. ജെബൂസിൽ നിന്ന് ജെറുസലേമിൽ നിന്ന് യാത്ര തുടർന്ന ലേവ്യനും ഉപനാരിയും വേലക്കാരനും എത്തിയത് എവിടെയാണ്? ഉത്തരം ഗിബെയായിൽ. ചോദ്യം 14. ഗിബെയ ആരുടെ പട്ടണമെന്നാണ് സൂചനയാണ് ലഭിക്കുന്നത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ. ചോദ്യം 15. ഗിബെയായ് പ്രദേശത്തെ സ്ഥലവാസികൾ ആരായിരുന്നു? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ. ചോദ്യം 16. നീ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്ന എഫ്രായിം മലനാട്ടുകാരനായ വൃത്തന്റെ ചോദ്യത്തിന് തങ്ങൾ എവിടെ നിന്ന് എവിടേക്ക് പോവുകയാണെന്നാണ് ലേവ്യൻ പറയുക? ഉത്തരം യൂദയായിലെ ബേത്ലഹേമിൽ നിന്ന് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക്. ചോദ്യം 17. ഗിബെയായിലെ പൊതുസ്ഥലത്ത് രാത്രി തങ്ങരുതെന്ന് ലേവ്യനും ഉപനാരിക്കും വേലക്കാരനും മുന്നറിയിപ്പ് നൽകുന്നതാര്? ഉത്തരം വൃത്തൻ. ചോദ്യം 18. ഗിബെയായ് നഗരത്തിലെ ആഭാസന്മാരുടെ തിന്മ, മ്ലേച്ഛപ്രവൃത്തി എന്നിവ ചെയ്യരുതെന്ന് അപേക്ഷിക്കുന്ന വൃത്തൻ തനിക്ക് ഉണ്ടെന്ന് പറയുന്നത് എന്താണ്? ഉത്തരം കന്യകയായ ഒരു പുത്രി. ചോദ്യം 19. ഗിബെയായ് നഗരത്തിലെ ആഭാസന്മാരോട് തന്റെ അതിഥിയായ മനുഷ്യനോട് കാണിക്കരുതെന്ന് വൃത്തൻ അഭ്യർത്ഥിക്കുന്നത് എന്താണ്? ഉത്തരം നികൃഷ്ടത. ചോദ്യം 20. ഗിബെയായിലെ ആഭാസന്മാരുടെ പീഡനത്തിനിരയായി ലേവ്യന്റെ ഉപനാരി പ്രഭാതമായപ്പോൾ തളർന്നു വീണത് എവിടെയാണ്? ഉത്തരം തന്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽക്കൽ. ചോദ്യം 21. രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങിയ ലേവ്യൻ കൈകൾ കട്ടിളപ്പടിമേൽ വെച്ച് വാതിൽക്കൽ ആര് കിടക്കുന്നതാണ് കണ്ടത്? ഉത്തരം തന്റെ ഉപനാരി. ചോദ്യം 22. ഗിബെയായിലെ ആഭാസന്മാരുടെ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട തന്റെ ഉപനാരി എത്ര കഷ്ണങ്ങളായാണ് ലേവ്യൻ ഛേദിച്ചത്? ഉത്തരം 12. ചോദ്യം 23. ഗിബെയായിലെ ആഭാസന്മാരുടെ തിന്മയെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കുന്നതിന് എവിടെയുള്ള ഇസ്രായേൽ ജനമാണ് ഇറങ്ങിത്തിരിച്ചത്? ഉത്തരം ദാൻ മുതൽ ബേർശേബ വരെയുള്ള. ചോദ്യം 24. ദുഷ്ടതയ്ക്കെതിരെ കർത്താവിന്റെ മുമ്പിലുള്ള ഇസ്രായേൽ ജനത്തിന്റെ കൂടിവരവിനെ ഗ്രന്ഥകാരൻ വിലയിരുത്തുന്നത് എന്തായിട്ടാണ്? ഉത്തരം ദൈവജനത്തിന്റെ സഭ. ചോദ്യം 25. ഇസ്രായേൽ ജനത്തിന്റെ തിന്മയ്ക്കെതിരെയുള്ള കർത്താവിന്റെ മുമ്പിലുള്ള കൂടിവരവിൽ ദൈവജനത്തിന്റെ സഭയിൽ ഹാജരായവർ ആരൊക്കെ? ഉത്തരം ജനപ്രമാണികളും ഇസ്രായേൽ ജനത്തിലെ നേതാക്കന്മാരും. ചോദ്യം 26. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്നാണ് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യനോട് ചോദിച്ചതാര്? ഉത്തരം ഇസ്രായേൽ ജനം. ചോദ്യം 27. ലേവ്യനിൽ നിന്ന് ഗിബെയായിലെ ആളുകളുടെ വലിയ മ്ലേച്ഛതയെക്കുറിച്ച് കേട്ട ഇസ്രായേൽ ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് എവിടേക്ക്
മടങ്ങിപ്പോവുകയില്ലെന്നാണ് ശപഥം ചെയ്യുക. ഉത്തരം കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ. ചോദ്യം 28. ഗിബെയയെ നറുക്കിട്ട് ആക്രമിക്കാമെന്ന് പറയുന്ന ജനം ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്നും ആളുകളുടെ തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്രകാരമെന്നാണ് നിർദ്ദേശിക്കുക. ഉത്തരം 100-ന് 10, 1000-ന് 100, 10,000-ന് 1000 എന്ന കണക്കിന്. ചോദ്യം 29. ഇസ്രായേലിൽ വലിയ മ്ലേച്ഛത കാണിച്ച ക്രൂരകൃത്യം ചെയ്ത ഗിബെയ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നതാര്? ഉത്തരം ഇസ്രായേൽ ജനം മുഴുവൻ. ചോദ്യം 30. ബെഞ്ചമിൻ ഗോത്രങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന ഘോരമായ തിന്മ പ്രവർത്തിച്ചവരെ ഇസ്രായേൽ ഗോത്രങ്ങൾ കരുതുന്നത് ആരായിട്ടാണ്? ഉത്തരം നീചന്മാർ. ചോദ്യം 31. ബെഞ്ചമിൻ ഗോത്രങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന ഘോരമായ തിന്മ പ്രവർത്തിച്ച നീചന്മാരെ വിട്ടുതരാൻ ആവശ്യപ്പെടുന്നതാര്? ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങൾ. ചോദ്യം 32. ഗിബെയയിലെ നീചന്മാരെ എന്തു ചെയ്യണമെന്നാണ് ഇസ്രായേൽ ഗോത്രങ്ങൾ ദൂതന്മാർ മുഖേന ബെഞ്ചമിൻ ഗോത്രത്തെ അറിയിക്കുക? ഉത്തരം കൊന്നുകളയണമെന്ന്. ചോദ്യം 33. ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒന്നിച്ചുകൂടിയവരിൽ ഗിബെയ നിവാസികളിൽ നിന്നുള്ള 700 എണ്ണപ്പെട്ട പ്രഗത്ഭന്മാർക്ക് പുറമെ വാളെടുക്കാൻ പോകുന്ന എത്ര ബെഞ്ചമിൻ ഗോത്രജരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 26,000. ചോദ്യം 34. വാളെടുക്കാൻ പോകുന്ന 26,000 ബെഞ്ചമിൻ ഗോത്രജരിൽ പ്രഗത്ഭരായ 700 ഇടതുകൈയന്മാരുടെ സവിശേഷതയായി രേഖപ്പെടുത്തുന്നത് എന്താണ്? ഉത്തരം ഒരു തലമുടി ഇഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാർ. ചോദ്യം 35. ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗധാരികളായ എത്ര ഇസ്രായേൽ യോദ്ധാക്കളെയാണ് അണിനിരുന്നത്? ഉത്തരം 4,00,000. ചോദ്യം 36. ബഥേലിലെത്തിയ ഇസ്രായേൽ ജനം ആരോട് യുദ്ധം ചെയ്യാനാണ് തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരോട്. ചോദ്യം 37. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഇസ്രായേൽക്കാർ കർത്താവിന്റെ മുൻപിൽ ചെയ്തതെന്താണ്? ഉത്തരം സായാഹ്നം വരെ കരഞ്ഞു. ചോദ്യം 38. ചെല്ലുക എന്ന കർത്താവിന്റെ നിർദ്ദേശത്തിന് ശേഷം ആർക്കെതിരെയാണ് ഇസ്രായേൽ ജനം രണ്ടാം ദിവസവും അണിനിരുന്നത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ. ചോദ്യം 39. ബെഞ്ചമിൻ ഗോത്രക്കാരുമുള്ള രണ്ടാം ദിവസത്തെ യുദ്ധത്തിലും പരാജയപ്പെടുകയും 18,000 പേർ വധിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളും കരഞ്ഞത് എവിടെ വന്നാണ്? ഉത്തരം ബഥേലിൽ. ചോദ്യം 40. രണ്ടാം ദിവസത്തെ യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം ബഥേലിൽ വന്ന് കരഞ്ഞ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളും ആ ദിവസം സായാഹ്നം വരെ ചെയ്തത് എന്താണ്? ഉത്തരം ഉപവസിച്ച് ദഹന സമാധാന ബലികൾ അർപ്പിച്ചു. ചോദ്യം 41. ബഥേലിൽ കർത്താവിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ ആ ദിവസം സായാഹ്നം വരെ ഉപവസിച്ച ഇസ്രായേൽ ജനവും യോദ്ധാക്കളും അർപ്പിച്ച ബലികൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ദഹനബലി, സമാധാന ബലി. ചോദ്യം 42. അഹ്റോന്റെ പുത്രനായ? ഉത്തരം എലിയാസാർ. ചോദ്യം 43. 2 തവണ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങിയ ശേഷം ദൈവത്തിന്റെ ഹിതമാരായിരുന്ന ഇസ്രായേൽ ജനത്തോട് കർത്താവ് ഉത്തരമരുളിയത് എന്താണ്? ഉത്തരം നിങ്ങൾ പോവുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ചോദ്യം 44. നിങ്ങൾ പോവുക, നാളെ ഞാൻ ബെഞ്ചമിൻ ഗോത്രക്കാരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന കർത്താവിന്റെ ഉറപ്പിനെ തുടർന്ന് ഇസ്രായേൽക്കാർ ആളുകളെ പതിയിരുത്തിയത് എവിടെയാണ്? ഉത്തരം ഗിബെയയ്ക്ക് ചുറ്റും. ചോദ്യം 45. മൂന്നാമത്തെ തവണയും 3-ാം ദിവസവും 30ഓളം ഇസ്രായേൽക്കാരെ വധിച്ച ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞത് എന്താണ്? ഉത്തരം അവർ ആദ്യത്തെ പോലെ തന്നെ തിരുത്തപ്പെട്ടിരിക്കുന്നു. ചോദ്യം 46. 3-ാം ദിവസത്തെ ബെഞ്ചമിൻ ഗോത്രക്കാരുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽക്കാർ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് അണിനിരുന്നത് എവിടെയാണ്? ഉത്തരം ബാൽ താമാറിൽ. ചോദ്യം 47. ബെഞ്ചമിൻ ഗോത്രക്കാരുമായുള്ള 3-ാം ദിവസത്തെ യുദ്ധത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എത്ര ഇസ്രായേലരാണ് ഗിബെയയ്ക്ക് എതിരായി അണിനിരുന്നത്? ഉത്തരം 10,000. ചോദ്യം 48. കർത്താവ് ഇസ്രായേൽക്കാരുടെ മുൻപിൽ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ. ചോദ്യം 49. ബെഞ്ചമിൻ ഗോത്രക്കാരുമായുള്ള 3-ാം ദിവസത്തെ ഉഗ്രമായ പോരാട്ടത്തിൽ ആരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ യുദ്ധമുഖത്തു നിന്നും പിൻവാങ്ങിയത്? ഉത്തരം ഗിബെയയ്ക്കെതിരെ പ്രതിയിരുന്നവരിൽ. ചോദ്യം 50. ബെഞ്ചമിൻ ഗോത്രക്കാരുമായുള്ള 3-ാം ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിലും പതിയിരിപ്പുകാരും അടയാളമായി എന്തു ഉയർത്തണമെന്നാണ് തമ്മിൽ പറഞ്ഞിരുന്നത്? ഉത്തരം പട്ടണത്തിൽ ഒരു വലിയ പുകപടലം. ചോദ്യം 51.
ഗിബെയ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ തിരിഞ്ഞു നോക്കിയതാര്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ. ചോദ്യം 52. ഗിബെയ പട്ടണം കത്തി പുകപടലം ആകാശത്തേക്ക് ഉയർന്നത് കണ്ടപ്പോൾ സംഭ്രാന്തരായി നാശമടുത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതാര്? ഉത്തരം ബെഞ്ചമിൻകാർ. ചോദ്യം 53. ഇസ്രായേൽക്കാരുമായുള്ള യുദ്ധത്തിൽ 18,000 യുദ്ധവീരന്മാർ നിലം പതിച്ചതിനെ തുടർന്ന് ശേഷിച്ച ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞോടിയത് എവിടേക്കാണ്? ഉത്തരം മരുഭൂമിയിലെ റിമ്മോൺ പാറയിലേക്ക്. ചോദ്യം 54. 18,000 പേർ നിലം പതിക്കുകയും മരുഭൂമിയിലെ റിമ്മോൺ പാറയിലേക്ക് ഓടിയ ശേഷിച്ചവരിൽ 5,000 പേർ കൊല്ലപ്പെടുകയും ചെയ്ത ശേഷം ബാക്കിയുള്ള ബെഞ്ചമിൻ ഗോത്രക്കാരെ എവിടെ വരെയാണ് ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തത്? ഉത്തരം ഗിദോം വരെ. ചോദ്യം 55. ഇസ്രായേൽക്കാരുമായുള്ള യുദ്ധത്തിൽ ധീരയോദ്ധാക്കളായ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് കൊല്ലപ്പെട്ടത്? ഉത്തരം 25,000. ചോദ്യം 56. മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട 600 ബെഞ്ചമിൻ ഗോത്രക്കാർ അവിടെ താമസിച്ചത് എത്ര നാളാണ്? ഉത്തരം 4 മാസം. ചോദ്യം 57. ഇസ്രായേൽക്കാർ തിരിച്ചുവന്ന് വീണ്ടും ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം ആക്രമിച്ച് വാളിനിരയാക്കിയവ മനുഷ്യരെയും ഉത്തരം മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും. ചോദ്യം 58. ന്യായാധിപന്മാർ 20-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 48. അധ്യായം 21. ചോദ്യം 59. ന്യായാധിപന്മാർ 21-ാം അധ്യായം അനുസരിച്ച് ഇസ്രായേൽക്കാർ എവിടെ ഒരുമിച്ച് കൂടിയാണ് ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നത്? ഉത്തരം മിസ്പായിൽ. ചോദ്യം 60. തങ്ങളുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് കൊടുക്കുകയില്ലെന്ന് മിസ്പായിൽ ഒരുമിച്ച് കൂടി ശപഥമെടുത്ത ഇസ്രായേൽക്കാർ എവിടെ വന്നാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ഉത്തരം ബഥേലിൽ. ചോദ്യം 61. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞ ഇസ്രായേൽക്കാർ അവിടുത്തെ മുൻപിൽ ഉയർത്തിയ ചോദ്യം. ഉത്തരം ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാക്കത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? ചോദ്യം 62. ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞതിന്റെ പിറ്റേ ദിവസം ബലിപീഠം നിർമ്മിച്ച ഇസ്രായേൽക്കാർ അതിൽ അർപ്പിച്ച ബലികൾ. ഉത്തരം ദഹന ബലികളും സമാധാന ബലികളും. ചോദ്യം 63. ഇസ്രായേൽക്കാർ സഹോദര ഗോത്രമായി കരുതിയ ഗോത്രം ഏതാണ്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രം. ചോദ്യം 64. ഇസ്രായേൽ പെൺകുട്ടിയിലെ സഹോദര ഗോത്രമായ ബെഞ്ചമിന് ഭാര്യമാരായി കൊടുക്കില്ലെന്ന് ശപഥം ചെയ്തിരുന്ന ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രം അറ്റുപോകാതിരിക്കാനായി വീണ്ടും തെരഞ്ഞതെന്താണ്? ഉത്തരം മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഗോത്രമുണ്ടോ എന്ന്. ചോദ്യം 65. ഇസ്രായേലിയുടെ മിസ്പ സമ്മേളനത്തിൽ എത്തിയ ജനത്തെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ ഏത് പ്രദേശത്തെ നിവാസികളിൽ നിന്നുള്ള ഒരുവൻ പോലുമാണ് അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപാദിക്കുന്നത്? ഉത്തരം യാബേഷ് ഗിലെയാദ്. ചോദ്യം 66. യാബേഷ് ഗിലെയാദ് നിവാസികളായ 400 കന്യകമാരെ കൂട്ടിക്കൊണ്ടുവന്നത് എവിടെയാണ്? ഉത്തരം കാനാൻ ദേശത്തെ ഷീലോയിലെ പാളയത്തിലേക്ക്. ചോദ്യം 67. കർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ ഒരു വിടവ് സൃഷ്ടിച്ചതിനാൽ ജനത്തിന് അലിവ് തോന്നിയത് ആരോടാണ്? ഉത്തരം ബെഞ്ചമിൻ വംശജരോട്. ചോദ്യം 68. ബെഞ്ചമിൻ ഗോത്രം ഇസ്രായേലിൽ നിന്ന് മൺമറഞ്ഞു പോകാതിരിക്കാൻ അവരിൽ അവശേഷിച്ചിരുന്നവർക്ക് നൽകണമെന്ന് ഇസ്രായേൽ സമൂഹ നേതാക്കൾ പറയുന്നത് എന്താണ്? ഉത്തരം ഒരു അവകാശം. ചോദ്യം 69. ഇസ്രായേലിയർ വർഷം തോറും ആഘോഷിക്കാറുണ്ടായിരുന്നത് എന്താണ്? ഉത്തരം കർത്താവിന്റെ ഉത്സവം. ചോദ്യം 70. ഇസ്രായേലിയർ വർഷം തോറും കർത്താവിന്റെ ഉത്സവം ആഘോഷിച്ചിരുന്ന സ്ഥലം? ഉത്തരം ഷീലോയ്. ചോദ്യം 71. ആര് നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോഴാണ് മുന്തിരിത്തോട്ടത്തിൽ പതിയിരുന്ന ബെഞ്ചമിൻ വംശജർ പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് കൊണ്ടുപോകേണ്ടത്? ഉത്തരം ഷീലോയിലെ യുവതികൾ. ചോദ്യം 72. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ അവസാന ഭാഗത്ത് രാജാവില്ലാതിരുന്നത് എവിടെയെന്നാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഇസ്രായേലിൽ. ചോദ്യം 73. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ അവസാന ഭാഗത്ത് ഇസ്രായേലിൽ രാജാവില്ലാതിരുന്നതിനാൽ ഓരോരുത്തരും ചെയ്തിരുന്നതായി പരാമർശിക്കുന്നത്? ഉത്തരം തനിക്ക് യുക്തമെന്ന് തോന്നിയത്. ചോദ്യം 74. ന്യായാധിപന്മാർ 21-ാം അധ്യായത്തിലെ ഏക തലക്കെട്ട്? ഉത്തരം ബെഞ്ചമിന്റെ നിലനിൽപ്പ്. ചോദ്യം 75. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവസാനം രേഖപ്പെടുത്തുന്നത് ആരുടെ പേരാണ്?
ഉത്തരം ഫിനിഹാസ്. താങ്ക് യു.